CPM-ൻ്റെ ഫണ്ട് റൈസറാണ് പിണറായി വിജയൻ. അതുകൊണ്ട് മൂലധനവും ആസ്തിയും സംഘടനാബലവും ഉള്ളതുകൊണ്ട് പെട്ടെന്നൊരു CPM-നെ അങ്ങ് എഴുതി കളയാം എന്നൊന്നും വിചാരിക്കുന്നത് ശരിയല്ല. UDF-ന് ഒരു 20 സീറ്റോളം അവരുടെ സീറ്റല്ല ഇപ്പോൾ അവർ ജയിച്ചിരിക്കുന്നത്. ആ 20 സീറ്റെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് സീറ്റുകളാണ് അവർ എടുത്തിരിക്കുന്നത്. അവിടെ എല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ഇടതുപക്ഷത്തിനകത്തൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. ഫാസിസ്റ്റ് മനോഭാവം കാണിക്കുന്ന ഏകാധിപത്യവും ഇങ്ങനത്തെ കുഴപ്പങ്ങളും ധാർഷ്ട്യവും അഹങ്കാരമൊക്കെ കാണിക്കുന്നതിന് അൽപായുസാണ്. ഇനി CPM നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി ആരെ നിർത്തി അവർ ക്യാമ്പയിൻ നടത്തും. നമസ്കാരം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് കേരളത്തിൽ കനത്ത തിരിച്ചടി തന്നെയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത്. വരും നാളുകളിൽ CPM-ൻ്റെ രാഷ്ട്രീയ ഭാവി കേരളത്തിൽ എന്താകും? അതേസമയം തന്നെ BJP-ക്ക് 3 സീറ്റുകൾ, അതായത് 3 MLA-മാർ വരികയാണ്. 3 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJP-യുടെ രാഷ്ട്രീയ ഭാവിയും എന്താകും? എന്തായാലും പ്രധാനമായും ഉയർന്നു വരുന്നത് കേരളത്തിൽ BJP-ക്ക് വളരാനുള്ള മണ്ണുണ്ട് എന്നുള്ളതാണ് ഈ വിജയത്തിലൂടെ വ്യക്തമാവുന്നത്. എന്തായാലും ഈ 2 വിഷയങ്ങളിലും ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്. 2-3 പ്രശ്നങ്ങളുണ്ട് CPM-നെ സംബന്ധിച്ച്, നമുക്കങ്ങനെ പറയാതിരിക്കാൻ കഴിയത്തില്ല. ലോകത്തെല്ലാ രാജ്യങ്ങളിലും ഏകാധിപതികൾ വന്നാൽ പിന്നെ ഒരു ജനാധിപത്യം വരാൻ പ്രയാസമാണ്. ആ ഭാഗത്തുനിന്ന് സ്റ്റാലിൻ്റെ കഥ എടുത്താലും സാർ ചക്രവർത്തി, പിന്നെ മറ്റേ ഹിറ്റ്ലർ, മുസോളിനി, ആരെ കഥ എടുത്താലും ഒരു ഏകാധിപത്യത്തിലേക്ക് ഒരു പ്രസ്ഥാനമോ ഒരാളോ പോയാൽ, അല്ലെങ്കിൽ ഒരു ഭരണകൂടമോ ഒരു ഭരണാധികാരി പോയാൽ പിന്നെ ജനാധിപത്യത്തിലേക്ക് വരാൻ കുറേ സമയമെടുക്കും. കാരണം വികസനം എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ പെട്ടെന്ന് മറക്കും. വികസനം ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് മറക്കും. പക്ഷേ ഒരാളിനൊരു അടി കൊടുത്താൽ, നമ്മളൊരാളെ തെറി പറഞ്ഞാൽ, ഒരാളെ അശ്ലീലം പറഞ്ഞാൽ, ഒരാളുടെ മനസ്സിനെ ബുദ്ധിമുട്ടിച്ചാൽ പിന്നെ അത് കയറി വരിക കുറച്ച് സമയമെടുക്കും. ഒന്നാമത്തെ എൻ്റെ ടേക്ക്. രണ്ടാമത്തെ എൻ്റെ കാര്യം, ഇപ്രാവശ്യത്തെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ മുസ്ലിം ഒന്നടങ്കം UDF-ൻ്റെ കൂടെ പോയിട്ടുണ്ട്. മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചിട്ടും BJP-ക്ക് വരാൻ പറ്റിയില്ല. ഞാൻ രാഷ്ട്രീയം വിശകലനമാണ് പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ വലിയ വോട്ട് പിടിച്ചു, സുരേന്ദ്രൻ വലിയ വോട്ട് പിടിച്ചു, പിന്നെ ഇവരെക്കാൾ വോട്ട് പിടിച്ചു, തിരുവനന്തപുരത്തുള്ളവരെക്കാൾ വോട്ട് പിടിച്ചു, രാജീവ് ചന്ദ്രശേഖരനൊക്കെ വലിയ വോട്ട് പിടിച്ചു, 67,000 പിടിച്ചു. അതുപോലെ തന്നെ അശ്വനി വലിയ വോട്ട് പിടിച്ചു. അവരെല്ലാം 60,000-ന് മുകളിൽ വോട്ട് പിടിച്ചിട്ട് അവർക്ക് ജയിക്കാൻ പറ്റിയില്ല. കാരണം എന്താണ്? മുസ്ലിം കൺസോൾട്ടേഷൻ ഇപ്പുറത്ത് ഒരുപാട് വന്നതുകൊണ്ടാണ്. അതുപോലെ ക്രിസ്ത്യൻ ഭാഗത്ത് ഇനിയിപ്പോൾ ജോസഫ് സാറിൻ്റെ ടീമിനോടൊരു കൺസോൾട്ടേഷൻ വരാൻ സാധ്യതയുണ്ട്. മാണി കോൺഗ്രസിൻ്റെ കാര്യം പോക്കാണ്. പിന്നെ 8 ഘടകകക്ഷികൾ പ്രാവശ്യം തോറ്റിട്ടുണ്ട്. അപ്പം അതെല്ലാം വെച്ചിട്ട് മുന്നണി രാഷ്ട്രീയത്തിൽ കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. നമ്പർ 1. നമ്പർ 2, അധികാര രാഷ്ട്രീയത്തിലേക്ക് BJP കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യും കേരളത്തിൽ. അത് BJP-ക്ക് ഗുണകരമാകും. ഘടകകക്ഷി വൈസൊക്കെ ഗുണകരമാകും. മൂന്നാമത്തെ വലിയൊരു വിഷയം, വെള്ളാപ്പള്ളിയുടെ ആയുസ് മീൻസ് അദ്ദേഹം പ്രായമായല്ലോ. ഞാൻ മരിച്ചോണമെന്നല്ല പറയുന്നത്, പക്ഷേ അദ്ദേഹത്തിനൊരു വലിയ ആയുസ്, ഇനിയിപ്പോൾ എത്ര വർഷം ജീവിച്ചിരിക്കും അങ്ങനെ പറയാം നമുക്ക്, ആരോഗ്യത്തോടുകൂടി. അദ്ദേഹത്തിൻ്റെ ഒരു ആരോഗ്യമൊക്കെ കുറഞ്ഞ് ഇന്നിപ്പോൾ എന്താ പത്രസമ്മേളനം നടത്തുന്നു, ബഹളമൊക്കെ കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം ഇന്നിപ്പം VD സതീശനെയും കോൺഗ്രസിനെയൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു കാലം കഴിഞ്ഞാൽ ഈ ഈഴവ സമുദായത്തിനിടയിൽ വലിയ കൺസോൾട്ടേഷൻ BJP-ക്ക് അനുകൂലമായി നടക്കും, കോൺഗ്രസിന് അനുകൂലമായി നടക്കും. പിന്നെ CPM-ൻ്റെ ഫണ്ട് റൈസറാണ് പിണറായി വിജയൻ. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഫിനാൻസർ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. ഈ ഫണ്ട് റൈസ് ചെയ്യുന്ന ആൾ, മുതലാളിമാരെ എല്ലാം കൂടെ നിർത്തി റൈസ്. അതിൽ വലിയൊരു വിഷയം വരാം. കണ്ണൂരിൽ നിന്ന് അടുത്തൊരു വലിയ നേതാവ് ശൈലജ ടീച്ചർ ജയിച്ച് വന്നാൽ മുഖ്യമന്ത്രിയാക്കാം, അല്ലെങ്കിൽ മന്ത്രിയാക്കാം. പക്ഷേ ഒരു പാർട്ടിയെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോയി പിണറായിയെ പോലെ അല്ലെങ്കിൽ അച്യുതാനന്ദനെ പോലെ ഒരു പാർട്ടിയെ നയിച്ച് കേരളം മുഴുക്കെ കൊണ്ടുപോകാനുള്ളൊരു ശക്തിയൊന്നും ശൈലജ ടീച്ചർ എന്ന് പറയുന്നൊരു വനിതയ്ക്കില്ല. ഇല്ലാത്തതില്ലാന്ന്. ഇപ്പോൾ ഗൗരിയമ്മയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ കൊണ്ടുപോയത്, സുശീല ഗോപാലിനാണെങ്കിലും കൊണ്ടുപോയി. പക്ഷേ ആ ഒരു കരിസ്മാറ്റിക് ലീഡർ അല്ല ശൈലജ ടീച്ചർ. ഒരു മിതമായ ലീഡറാണ്. പിന്നെ അതൊരു സോഫ്റ്റ് ലീഡറാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നമുണ്ട്. കണ്ണൂരിൽ നിന്ന് പുതിയ നേതാക്കളില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. തെക്കൻ ഭാഗത്തിൻ്റെ വലിയൊരു പ്രശ്നം, തെക്കൻ ഭാഗത്ത് ഹിന്ദു സമുദായത്തിൽപ്പെട്ടൊരു നേതാവില്ല. ഇതൊക്കെ നമ്മൾ രാഷ്ട്രീയത്തിൽ കാണണം. ഇവിടെ MA ബേബി ക്രിസ്ത്യനാണ്, പിന്നെ തോമസ് ഐസക് ക്രിസ്ത്യനാണ്. ഹിന്ദുവിൻ്റെ നേതാവെന്ന് പറയാൻ ആകപ്പാടെ ഉള്ളത് ബാലഗോപാൽ മാത്രമേ ഉള്ളൂ പറയാം. പക്ഷേ അത് ഒരാളെ വെച്ചൊന്നും അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഫണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ നല്ല ഭരണമാണ്. ഇപ്പോൾ VD സതീശനായാലും രമേശ് ചെന്നിത്തലായാലും വലിയ അഴിമതിക്കാരൊന്നുമല്ല. അപ്പോൾ ഒരു അഴിമതി ഇല്ലാതെ കുറച്ച് ഒരു പബ്ലിക്കിന് ഗുണം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യത ഇവർക്കും കൂടുതലാണ്. മറ്റവർ വന്നതുപോലെ
ഇവർക്കും കൂടുതൽ വരാം. കാര്യം ഇടതുപക്ഷത്തിനകത്തൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ UDF കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ബുദ്ധിജീവികൾ, ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകർ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, പുരോഗമന കലാ സംഘം, ഇടതുപക്ഷമായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആശയവാദികൾ, ആദർശവാദികൾ, അവരുടെ വലിയ വോട്ട് ആർക്ക് കിട്ടിയിട്ടുണ്ട്? UDF കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് UDF ഒരു 20 സീറ്റോളം അവരുടെ സീറ്റല്ല ഇപ്പോൾ അവർ ജയിച്ചിരിക്കുന്നത്. ആ 20 സീറ്റെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് സീറ്റുകളാണ് അവർ എടുത്തിരിക്കുന്നത്. അവിടെ എല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളിടത്ത് മറ്റെല്ലാവരും വോട്ട് ചെയ്ത കൂട്ട്. ഇത് കമ്മ്യൂണിസ്റ്റുകാർ തന്നെ പർപ്പസായി പോയി പിണറായി വിജയൻ മാറണം അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് വോട്ട് ചെയ്തവരാണ്. അവരെയും കൂടി തൃപ്തിപ്പെടുത്തുന്ന ഒരു ഹാഫ് ഐക്യജനാധിപത്യ മുന്നണിയും ഒരു ഹാഫ് ഇടതുപക്ഷമായി പോയാൽ, ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ CPM കമ്മ്യൂണിസ്റ്റ് അല്ല, വേറൊരു തരത്തിലൊരു ചിന്തയുണ്ടല്ലോ, ആ ഒരു ചിന്തയിലേക്ക് കൂടി കോൺഗ്രസ് കയറി പോകാനുള്ള സാധ്യത ഞാൻ വലുതായിട്ട് കാണുന്നു. മനസ്സിലായി. കാരണം താപ്പാനകളുടെയൊക്കെ കാലം കഴിഞ്ഞു. ആ പഴയ അതൊന്നുമില്ല ഇപ്പം കോൺഗ്രസ്സിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് കുറച്ചുകൂടി ഇടതുപക്ഷത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ കോൺഗ്രസ് ഒരു ഇടതുപക്ഷത്തിലേക്ക് വരികയും ഞാനിപ്പം നിൽക്കുന്ന ഇടതുപക്ഷത്തിന് ഈ പ്രശ്നങ്ങൾ വരികയും ചെയ്താൽ, ഞാനീ പറഞ്ഞ ഫിനാൻസ് അടക്കമുള്ള ഈ പ്രശ്നങ്ങൾ, പിന്നെ അഖിലേന്ത്യാ തലത്തിൽ ഭരണം ഒരിടത്തും ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ വന്നാൽ ഒരുപക്ഷേ ഇതൊരു ലാസ്റ്റ് മന്ത്രിസഭയെ തന്നെ ആയിരിക്കും. കഴിഞ്ഞു പോയതൊരു ലാസ്റ്റ് മന്ത്രിസഭ തന്നെ ആയിരിക്കും. പക്ഷേ ജനാധിപത്യമാണ്, കാലമെടുത്ത്. ഇപ്പം തന്നെ ബംഗാളിൽ ചെറുതായിട്ട് CPM വേര് പിടിച്ച് വരുന്നുണ്ട്, അവിടെ ഗ്രാമങ്ങളിലൊക്കെ വേര് പിടിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ കേരളത്തിൽ CPM തകർക്കാൻ പറ്റില്ല. അതുകൂടെ പറഞ്ഞ് നമുക്ക് ആ ഭാഗം ക്ലോസ് ചെയ്യാം. തകർക്കാൻ പറ്റാത്തത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും പോലെ അല്ല ഇവിടെ CPM EMS വിഭാവനം ചെയ്തിരിക്കുന്നതും ഉണ്ടാക്കിയെടുത്തതും. ഒന്ന് ദേശാഭിമാനി പത്രം, ചിന്താവാരിക, കൈരളി ചാനൽ, പിന്നെ പല ചാനലുകളെ അവരെ കൂടെ നിർത്താൻ പറ്റുന്നു. ഇപ്പോൾ റിപ്പോർട്ടർ പോലുള്ള 7/24 ന്യൂസ് മലയാളം, ഇവരെയൊക്കെ കൂടെ നിർത്താൻ പറ്റുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കാര്യം, താഴെ തട്ടെടുത്താൽ അമ്പല കമ്മിറ്റി, സഹകരണ സംഘങ്ങൾ, പഞ്ചായത്ത് കമ്മിറ്റി, ഇങ്ങനെ വലിയ തോതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും CPM-നോടും CPI-യോടും കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അധികാരം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം കേരളത്തിലുണ്ട്. നല്ല പണവുമുണ്ട്, ഒരുപാട് ആസ്തിയുമുണ്ട്. ഇപ്പോൾ AK സെൻറ്റർ തൊട്ട് ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് വരെ എടുത്താൽ വലിയ ആസ്തിയുമുണ്ട്. സർവീസ് സംഘടനകൾ അവരുടെ കൂടെയാണ്, SFI പോലുള്ള വിദ്യാർത്ഥികൾ. അതുകൊണ്ട് മൂലധനവും ആസ്തിയും സംഘടനാ ബലവും ഉള്ളതുകൊണ്ട് പെട്ടെന്നൊരു CPM അങ്ങ് എഴുതി കളയാം എന്നൊന്നും വിചാരിക്കുന്നത് ശരിയല്ല. പക്ഷേ അധികാര രാഷ്ട്രീയത്തിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരു ഹിമാലയൻ കടമ്പകളെ തന്നെയാണ് ഇനി മുന്നോട്ടുള്ള വർഷങ്ങൾ. അതേസമയം BJP-യുടെ ഒരു പോസ്റ്റും കൂടെ അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ അവരുടെ നിലപാടും കൂടെ, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്നൊരു സ്പേസും കൂടെ അനുസരിച്ചായിരിക്കും ഇനിയിപ്പോൾ അവർക്ക് കൂടുതൽ സ്പേസ് കിട്ടാൻ സാധ്യതയുള്ളത്. ഈ CPM തളരുന്നിടത്താണ് അവരുടെ സ്പേസ്. ഇനി ആ സ്പേസ് അവർ നന്നായി വിനിയോഗിക്കുകയാണെങ്കിൽ ഈഴവ, മുസ്ലിം, ക്രിസ്ത്യൻ, നായർ കമ്മ്യൂണിറ്റികളുടെ ഇടയ്ക്കൊക്കെ വളരെ വലിയ തോതിൽ അവർക്ക് പേരുറപ്പിക്കാൻ കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ പരുക്ക് കൂടുതൽ വരുന്ന ആർക്ക് തന്നെയായിരിക്കും? LDF-ന് തന്നെയായിരിക്കും, CPM-ന് ആയിരിക്കും. അതായത് BJP-യുടെ വളർച്ചയ്ക്കുള്ള സാധ്യത കേരളത്തിന് വളക്കൂറുള്ള മണ്ണ് തന്നെയാണ് എന്നുള്ളത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ 3 സ്ഥലത്ത് ജയിച്ചെന്ന് പറഞ്ഞല്ലോ, 3 സ്ഥലവും ഇടതുപക്ഷത്തിൻ്റെ സ്ഥലമാണ് അവർ പിടിച്ചത്. 3 സ്ഥലത്ത് മാത്രമല്ല, ചാത്തന്നൂർ വോട്ട് കുറഞ്ഞു, ഇടതുപക്ഷത്തിനാണ് വോട്ട് കുറഞ്ഞത്. അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സൂരജ് രവിക്ക് വോട്ട് കൂടി ഈ പ്രാവശ്യം. അതുപോലെ ശരത്ചന്ദ്ര പ്രസാദ് വോട്ട് കൂടി കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ. കണക്ക് നോക്കുമ്പോൾ വോട്ട് കുറഞ്ഞത് LDF-നാണ് വോട്ട് കുറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് LDF-ൻ്റെ, അതായത് പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി കമ്മ്യൂണിസ്റ്റുകാരും BJP-യിൽ വോട്ട് ചെയ്യാനോ BJP ചേരാനോ മടിയില്ലാത്ത ഒരു കാലത്തിലേക്കാണ് പോകുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ വന്നു പറഞ്ഞാൽ CPM ഒരു ഹിന്ദു പാർട്ടിയാണല്ലോ. CPM-ൽ എത്ര ക്രിസ്ത്യാനികളുണ്ട്, എത്ര മുസ്ലിം ഉണ്ടോ? ഒന്നുമില്ലല്ലോ. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർ വോട്ട് ചെയ്യുന്നില്ലാതെ അവരും ഇല്ലല്ലോ. ഒരു ഹിന്ദു പാർട്ടിയാണത്. ഹിന്ദു പാർട്ടിയിൽ ഈഴവ പാർട്ടിയാണ്. ആ പാർട്ടിയിൽ ഈഴവർ നല്ലൊരു ഭാഗം ആരും എങ്ങോട്ട് പോകാൻ തുടങ്ങി? BJP-യിലേക്ക് ഒരു ട്രെൻഡ് കാണിച്ചു തുടങ്ങി. ആ ട്രെൻഡ് പക്ഷേ അപ്പോഴും അവർക്ക് ഇപ്രാവശ്യം 11% വോട്ടേ കിട്ടിയുള്ളൂ. 19 അവർ 11-ലേക്ക് പോയി. 7%, 8% വോട്ട് അവർ കുറഞ്ഞു. വോട്ട് കുറയുമ്പോഴും അവർ സീറ്റ് കൂട്ടുകയും ചെയ്തു. ഇതൊക്കെ വളരെ കൃത്യമായ പ്രഹേളിക്കുകയാണ്. പിന്നെ ഒരു കാര്യം അതും വളരെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറയണം എന്ന് വിചാരിച്ച സത്യം, കേരളത്തെ വെറുതെ അങ്ങ് മതം, ജാതി എന്ന് പറഞ്ഞ് എഴുതി തള്ളരുത്. അങ്ങനെ ഒരു സമൂഹമല്ല നമ്മൾ പലപ്പോഴും. VS ജോയി എങ്ങനെയാണ് തവന്നൂരിൽ ജയിക്കുന്നത്? അവിടെ മുസ്ലിംസ് അല്ലേ, 90% മുസ്ലിംസ് അല്ലേ. ഡോക്ടർ ഒരു KT ജലീൽ മുൻ മന്ത്രി നിന്നിട്ടും VS ജോയി അവർ ജയിപ്പിച്ചെടുത്തു. ലീഗുകാരും കൂടെ ചേർന്നിട്ടായിരിക്കും അവർ ജയിപ്പിച്ചെടുത്തു. സുധീർ ഷാ പാലോട്, ആ പേര് പറയാതിരിക്കാൻ കഴിയത്തില്ല. സുധീർ ഷാ പാലോട് വാമനപുരം മണ്ഡലത്തിൽ എത്ര വോട്ടുണ്ട് മുസ്ലിങ്ങൾക്ക്? വളരെ കുറച്ച്. പെരിങ്ങമല പോലുള്ള, നന്ദിയോട് പോലുള്ള കുറച്ച് സ്ഥലത്ത് വളരെ കുറച്ച് മുസ്ലിം വോട്ടുള്ള ഒരു മണ്ഡലമാണ്. അത്ര വലിയ മണ്ഡലമല്ല അത്, കല്ലറ പാങ്ങോടുമൊക്കെ. എന്നിട്ടും അവിടെ നായർ കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി, പിന്നെ ഈഴ കമ്മ്യൂണിറ്റി ഉണ്ട്. എന്നിട്ടും പല വർഷങ്ങളിൽ അവിടെ MLA ആയിരുന്ന, 2 പ്രാവശ്യം MLA ആയിരുന്ന, 50 വർഷമായി CPM-ൻ്റെ കോട്ടയായിരുന്ന, CPM അല്ലാതെ ആരും ജയിക്കാത്ത ഒരു സ്ഥലത്ത് ഒരു ന്യൂനപക്ഷ നാമധാരി ഒരു ചെറുപ്പക്കാരൻ ജയിക്കുന്നു എന്ന് പറഞ്ഞാൽ ആളുകളെല്ലാം എല്ലാവരും മതം നോക്കിയും ജാതി നോക്കിയാണ് വോട്ട് ചെയ്യുന്നു എന്ന് നമ്മൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് മലയാളിയെ. അങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്താൽ അത് നിൽക്കത്തില്ല.
നായർ ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിലും ഈഴവരെ ജയിപ്പിച്ചിട്ടുണ്ട്. എല്ലായിടത്തും മാറിയും തിരിഞ്ഞുമൊക്കെ എസ് ഡി തോമസ് ചിത്തരഞ്ജൻ്റെ അവിടെ ജയിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത്? ചെറുപ്പക്കാരൻ, അയാൾ അടിയും കിട്ടിയ ചെറുപ്പക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വെറും ജാതിയാണ് കേരളത്തെ നയിക്കുന്നതെന്ന് പറയുന്നതിനകത്ത്, അതുപോലെ പിന്നെ ഫാത്തിമ തഹ്ലിയ അല്ല, ഫാത്തിമ തഹ്ലിയ ജയിക്കുമെന്ന് ഞാൻ ആദ്യം മുതലേ പറഞ്ഞൊരാളാണ്. പക്ഷേ അവിടെ പിന്നെ 1-2 പഞ്ചായത്ത് ഒഴിച്ച ബാക്കിയെല്ലാം ഹിന്ദു മെജോറിറ്റിയാണ്, കമ്മ്യൂണിസ്റ്റ് മെജോറിറ്റിയാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ കോട്ടയാണ് പേരാമ്പ്ര എന്നൊക്കെ പറയുന്നത്. പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത്, ചക്കട്ടപ്പാറ, പിന്നെ ചങ്ങരോത്ത് ലീഗിൻ്റെ പഞ്ചായത്താണ്, ഞാൻ പോയിട്ടുള്ള പഞ്ചായത്താണ്. അപ്പോൾ ഇത് അവിടെയെല്ലാം CPM-നും ഹിന്ദുക്കൾക്കും വലിയ മുൻതൂക്കമുള്ള സ്ഥലമാണ്. അവിടെ എങ്ങനെയാണ് ലീഗിൻ്റെ ഒരു പെൺകുട്ടിക്ക് കയറാൻ പറ്റുന്നത്, ഒരു വനിതയ്ക്ക് കയറാൻ പറ്റുന്നത്? അപ്പോൾ അതുകൊണ്ടൊരു വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും വിലയിരുത്തലുകളും കേരള സമൂഹം തരുന്നുണ്ട്. ഇത് മനസ്സിലാക്കി ഇടതുപക്ഷവും വലതുപക്ഷവും പ്രവർത്തിക്കേണ്ടത്. വലതുപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ വളരെ കൂടിയിരിക്കുന്നത്. ഐക്യനാഥ് മുന്നണി ഒരു 80 സീറ്റ് 75 സീറ്റിൽ അധികാരത്തിൽ വന്നു, എങ്ങനെയും ഭരിച്ച് പോകാൻ കുറേ മന്ത്രിമാരെയൊക്കെ വെച്ച് ഗ്രൂപ്പൊക്കെ കളിച്ച് ആ കാലം കഴിഞ്ഞു. കേരളത്തിൻ്റെ ഒരു പ്രതീക്ഷയായി ഐക്യമുന്നണി വരുന്നുണ്ട്. അവരത് മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ എല്ലാത്തിലും അത് കാണിക്കേണ്ട പക്വത കാണിക്കേണ്ട സമയമാണിപ്പോൾ. അത് കാണിക്കുകയും നല്ല ഭരണം കാഴ്ചവെച്ചാൽ ഇങ്ങനെ വരും. CPM-ന് കുറയുന്ന സ്പേസ് കൂടുതൽ മറ്റത് സ്പേസ് അല്ല. ഞാൻ പറഞ്ഞതിപ്പോൾ UDF-ലെ കോൺഗ്രസ്സിലെ വോട്ട്, രാവിലെ കോൺഗ്രസ്സിന് പോയി വോട്ട് ചെയ്യും, വേണമെങ്കിൽ പിറ്റേ ഇലക്ഷനിൽ ആർക്ക് വോട്ട് ചെയ്യും? BJP-ക്ക് വോട്ട് ചെയ്യും. കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ പ്രശ്നമില്ല, BJP-ക്കാർക്കും അങ്ങനെയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതിൽ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞാൽ ആഹ്വാനം ചെയ്തില്ലെങ്കിലും, ആരും ഡീലും ഒന്നും ചെയ്തില്ലെങ്കിലും സ്വയം തോന്നി BJP-ക്ക് പോയി വോട്ട് ചെയ്യുന്നതിനോ BJP-ക്കാർക്ക് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണമെന്നോ ഒരു പ്രശ്നമില്ല. പക്ഷേ CPM അങ്ങനെയല്ല. CPM ഒരിക്കൽ മാറിപ്പോയാൽ, പ്രത്യേകിച്ച് ഈഴവർക്കും പട്ടികവർഗക്കാരൊക്കെ മാറി ചിന്തിച്ചാൽ അത് ഒരു പ്രാവശ്യത്തേക്ക് ആയിരിക്കത്തില്ല, അതൊരു ലോങ് റൺ ചിന്തയായിരിക്കും. ആ ലോങ് റണ്ണിനെ ക്യാഷ് ചെയ്യാൻ ആർക്ക് പറ്റുമോ എന്നുള്ളതാണ്. BJP-ക്ക് പറ്റിയാൽ BJP, അല്ല വീണ്ടും UDF ആണ് ക്യാഷ് ചെയ്യുന്നതെങ്കിൽ UDF-ന് തന്നെ വന്നുകൊണ്ടേയിരിക്കാം. BJP കൂടെ ക്യാഷ് ചെയ്താൽ അവർക്കും വരാം. ഒരു മണ്ടത്തരമാണെന്നേ പിണറായി വിജയൻ കാണിച്ചത്. എന്തായാലും മോദിയായിട്ടൊക്കെ നല്ല ടേംസിലാണ്. 10 സീറ്റ് അങ്ങ് കൊടുത്താൽ മതിയായിരുന്നു BJP-ക്ക്. ഏത് പിണറായി ഒരു 10 ഇപ്പം 3 കൊടുത്തല്ലോ, ഇതുപോലെ 7 സീറ്റും കൂടെ കൊടുത്തെങ്കിൽ പിണറായി സുഖമായിട്ട് എന്ത് ചെയ്യുന്നതിന് ഒരു ഡീലുണ്ടാക്കി അധികാരത്തിൽ വരായിരുന്നു. അതും ചെയ്തില്ല. പുള്ളിക്കാരൻ അമിത ആവേശമായിപ്പോയി, അമിത ആത്മവിശ്വാസമായി. ആർക്ക്? പിണറായിക്ക്. ഐ ആം ദ സ്റ്റേറ്റ്, ഐ ആം ദ കിങ്, ഞാൻ വരും എന്നൊരു അമിത ആത്മവിശ്വാസമായി. ആത്മവിശ്വാസം കൂടെ ഉള്ളവരാണ് ഉണ്ടാക്കി കൊടുത്തത്. അതിലാണ് പുള്ളിക്കാരൻ. അല്ലെങ്കിൽ പുള്ളിക്കാരൻ ചെറിയ സ്മെല്ലെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ പുള്ളി എന്ത് ചെയ്തേനെ? ഒരു ഡീലൊക്കെ ഉണ്ടാക്കി പുള്ളി കയറി വന്നേനെ. പക്ഷേ അതിന് പറ്റിയില്ല. ഡീലൊന്നും അങ്ങനെ നടന്നതായിട്ട് കാണുന്നില്ല. ഇതാണ് ഞാൻ കാണുന്നൊരു കാര്യം. പക്ഷേ വോട്ട് നന്നായിട്ട് മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ BJP-ക്കും വലിയ സാധ്യത കേരളത്തിലുണ്ട്. ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് വർക്കൗട്ട് ചെയ്യണേ. പൊളിറ്റിക്സിലെല്ലാം കണ്ടീഷനാണല്ലോ. പക്ഷേ UDF-നെ സംബന്ധിച്ചിടത്തോളം അവർ നന്നായി ഭരിക്കുകയാണെങ്കിൽ അവർക്ക് വലിയ ഭാവിയുണ്ട്. ഒരുപാട് ചെറുപ്പക്കാരെ ഇപ്പോൾ അവർ നിർത്തിയിട്ടുണ്ട്. ഇതെല്ലാം അഴിമതിയിലും സ്വജനപക്ഷപാതവും ഗൂണ്ടായുസവും ഒക്കെ നടത്തിക്കൊണ്ട് പോയ ജനങ്ങൾ വീണ്ടും ഇതുപോലെ തന്നെ തിരിച്ചടിക്കും. 99 സീറ്റിൽ നിന്നാണ് 26 സീറ്റിലേക്ക് CPM-നെ കൊണ്ടുവന്നത്. 25 സീറ്റിൽ നിന്നാണ് 25 സീറ്റിൽ മത്സരിച്ച CPI ആണ് 8 സീറ്റിൽ ഒതുക്കിയിരിക്കുന്നത്. 12 സീറ്റിൽ മത്സരിച്ച ജോസ് കെ മാണിയുടെ പാർട്ടിയെ ഒരാളെപ്പോലും ജയിപ്പിച്ചില്ല. ഇത് കേരളം കാണണം. KB ഗണേഷ് കുമാർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ഭൂമി കുലുങ്ങി താഴെ വന്നാലും, ആകാശം പോയാലും, അഗ്നിപർവ്വതം ഉണ്ടായാലും, ഭൂകമ്പം ഉണ്ടായാലും ഞാൻ ജയിച്ചിരിക്കും എന്നല്ലേ പറഞ്ഞ്. എന്ത് പറ്റി? പുള്ളിയുടെ വായില്ലല്ലോ ഇപ്പോൾ, വളരെ മാന്യനായിട്ടല്ലേ പോണേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അത് വല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എഴുതി വയ്ക്കുന്നതിനകത്ത് ഒരു കാര്യമില്ല. എല്ലാവർക്കും സ്പേസ് ഉള്ളൊരു സ്ഥലമാണ്. CPM-ൻ്റെ സ്പേസ് ഞാൻ ഈ പറഞ്ഞ പോലെയാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതൊരു പക്ഷേ ഒരു അവസാനത്തെ ഭരണമായിരിക്കും. പക്ഷേ പാർട്ടി വല്ലാതെ ക്ഷയിച്ചങ്ങ് പോവില്ല. പക്ഷേ ഭരണത്തിൽ വരുന്ന കാര്യത്തിൽ ഇനി കുറേ ബുദ്ധിമുട്ടുണ്ട്, എന്തായാലും ഉണ്ട്. സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ പരക്കുന്ന ഒരു വാചകമാണ് CPM-ൻ്റെ രാജ്യത്തുള്ള അവസാനത്തെ മുഖ്യമന്ത്രിയാകുമോ പിണറായി വിജയൻ? സാധ്യതയുണ്ട്. അവസാനത്തെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വരാനുള്ള സാധ്യത ചെറുതല്ല, വളരെ വലുതാണ്. ഇനി ഒരു കാര്യം കൂടെ അതിനകത്ത് ഒറ്റ പോയിൻ്റേ ഉള്ളൂ. എല്ലാ പ്രഭാവത്തിനും അല്പായുസേ ഉള്ളൂ. സൂര്യൻ പോലും പ്രഭാവത്തിൽ വന്നാൽ ഒരുപാട് സമയം നിൽക്കാൻ പറ്റത്തില്ല, കുറച്ച് സമയം നിൽക്കാൻ പറ്റത്തുള്ളൂ. എല്ലാ അന്തകന്മാർക്കും അല്പായുസാണ്. ഭൂതം പോലെ വളർന്നാലും അല്പായുസാണ്, പന പോലെ എല്ലാം അല്പായുസാണ്. 5 വർഷം 10 വർഷം, മാക്സിമം 15 വർഷം, അല്ലെങ്കിൽ ഒരു 20 വർഷം. എന്നാലും ഒരു 10-20 വർഷത്തിനകത്ത് വീണിരിക്കും. മമതാ ബാനർജി വീണില്ലേ? നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു സ്റ്റേറ്റ് അല്ലായിരുന്നു, പക്ഷെ അവർ വീണില്ല. അപ്പോൾ അങ്ങനെ വീണിരിക്കും. അതാണൊരു ചരിത്രത്തിൻ്റെ ഒരു പോക്കെന്ന് പറഞ്ഞാൽ. ഇങ്ങനെ കാണിക്കുന്ന ഫാസിസ്റ്റ് മനോഭാവം കാണിക്കുന്ന ഏകാധിപത്യവും ഇങ്ങനത്തെ കുഴപ്പങ്ങളും ധാർഷ്ട്യവും അഹങ്കാരമൊക്കെ കാണിക്കുന്നതിന് അല്പായുസാണ്. ഇനി CPM നേരിടുന്ന
ഏറ്റവും വലിയൊരു വെല്ലുവിളി, ആരെ നിർത്തി അവർ ക്യാമ്പയിൻ നടത്തും? ആരാണ് CPM-ൻ്റെ അടുത്ത ക്യാമ്പയിനർ? കേരളം മുഴുക്ക പിടിക്കുന്ന ക്യാമ്പയിനർ. ബാലഗോപാലിനെ കണ്ണൂരുകാർ അംഗീകരിക്കുന്ന പ്രശ്നമില്ല, ജയരാജന്മാരൊക്കെ ഇങ്ങോട്ടുള്ളവർ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് ആരാണ് ക്യാമ്പയിൻ നടത്തുക? BS കഴിഞ്ഞു, പിണറായി കഴിഞ്ഞു. ഇതാണ് CPM നേരിടുന്ന വെല്ലുവിളി. ആ വെല്ലുവിളിയിൽ പിണറായി വിജയൻ തന്നെയാണ് ആ വെല്ലുവിളി എന്ത് ചെയ്തത്? ഉണ്ടാക്കിയെടുത്തത്. കാരണം നല്ല നേതാക്കളെയൊക്കെ വളർത്തി കൂടെ നിർത്താതെ, പുതിയ നല്ല നേതൃത്വത്തെ, സീനിയർ നേതൃത്വത്തെ കൂടെ നിർത്താതെ എല്ലാം പിള്ളേരുകളെയാക്കി. പിള്ളേരുകളും തോറ്റു, സച്ചിൻ ദേവ് അടക്കമുള്ള ആളുകൾ കണ്ടില്ലേ നമ്മൾ. പിള്ളേരുകളും തോറ്റു, റിയാസ് മാത്രമാണ് രക്ഷപ്പെട്ടത്. എല്ലാവരും തോറ്റു, മുച്ചൂട് മുടിച്ചു. അപ്പോൾ മുച്ചൂട് മുടിച്ച ഒരു കാരണവരായി പാർട്ടിയെയും ആദ്യം കയ്യിലെടുത്ത് നശിപ്പിച്ചു. അതിലെ ജനാധിപത്യം ഇല്ലാതാക്കി, ഭരണകൂടത്തിലെ ജനാധിപത്യം ഇല്ലാതാക്കി. ജനങ്ങൾ ജനാധിപത്യത്തിൻ്റെ ഘാതകനായ, അന്തകനായ, ധാർഷ്ട്രീയക്കാരനായ ഏകാധിപതിയോട് പറഞ്ഞു വീട്ടിലിരിക്കാൻ പറഞ്ഞു. അദ്ദേഹം വീട്ടിലേക്ക് പോയി. ഇത് എന്നോട് അമൽ ചോദിച്ച പോലെ ഒരു പക്ഷേയല്ല, മിക്കവാറും അവസാനത്തെ മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു.